ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. അർച്ചന നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുന്നുണ്ട്. ഈ വാർത്ത ധനുഷ് സച്ചി അറിയിക്കുന്നു. ആ സമയം സച്ചി ഓഫീസിലായിരുന്നു. വളരെ ധൃതിപ്പെട്ട അർച്ചനയെ കാണാൻ നെല്ലിശ്ശേരിയിലേക്ക് പോവുകയാണ് സച്ചി. നന്ദനും ധനുഷും സംസാരിച്ചു നിൽക്കുകയാണ്. എന്നാലും അർച്ചന പെട്ടെന്ന് വന്നത് എന്തിനായിരിക്കും? അവർക്ക് തമ്മിൽ പരസ്പരം കാണാതിരിക്കാൻ സാധിക്കില്ല. ഇതുപോലെ ഒരു ഭാര്യയും ഭർത്താവിനെ ഞാൻ വേറെ കണ്ടിട്ടില്ലെന്ന് ധനുഷ് പറയുന്നു. എന്നും അതുപോലെ ആയിരിക്കട്ടെ. നല്ലൊരു കുടുംബജീവിതം കിട്ടുന്നത് ലോട്ടറി അടിക്കുന്നത് പോലെ തന്നെയാണ്. ഒരു കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? അടുത്ത ദിവസം മുതൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുമെന്ന്. പക്ഷേ പല ആണുങ്ങളുടെയും ജീവിതം അന്ന് മുതൽ തകർന്നു പോകും. എൻ്റെ കാര്യം തന്നെ കണ്ടില്ലേ? ധനുഷ് പറയുന്നു. അതൊക്കെ പഴയ കാര്യമല്ലേ നന്ദേട്ട. ഇനിയിപ്പോ സന്ധ്യേച്ചി നന്ദേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നാൽ കളറായില്ലേ? ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പകരം വലിയൊരു സന്തോഷം ദൈവം തരും നന്ദേട്ടന്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാകും. ഇനിയെങ്കിലും ദൈവത്തിന് എന്നോട് കരുണ തോന്നിയാൽ മതിയായിരുന്നു. പക്ഷെ പുള്ളിക്കാരന് എന്നോട് എന്താ തോന്നുന്നതെന്ന് അറിയില്ലല്ലോ. എന്തായാലും അർച്ചനടുത്തേയും കുഞ്ഞും തിരിച്ചു വന്നല്ലോ. ഇനി കല്യാണമാണ്, അത് നമ്മൾ അടിച്ചു പൊളിക്കും എന്നൊക്കെ സന്തോഷത്തോടെ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നീട് സച്ചി പെട്ടെന്ന് തന്നെ നെല്ലിശ്ശേരിയിലേക്ക് വന്നിരിക്കുന്നു. അർച്ചനയ്ക്കും കുഞ്ഞിനും കൊടുക്കാൻ കുറച്ച് സമ്മാനങ്ങളുമായി വരികയാണ് സച്ചി. സ്നേഹയും അനക്കയും ഹാളിലുണ്ടായിരുന്നു. സച്ചി വരുന്നത് കണ്ടിട്ട് കളിയാക്കി സംസാരിക്കുകയാണ് രണ്ടുപേരും. ആഹാ, ഏട്ടൻ ഇത്രയും പെട്ടെന്ന് എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അനക പറയുന്നു, അത് പിന്നെ അങ്ങനെയല്ലേ, അർച്ചന അടുത്ത് വന്നാൽ പിന്നെ സച്ചിയേട്ടനെ പിന്നെ ഇരിപ്പുറയ്ക്കോ? സച്ചി ചോദിക്കുന്നു. അല്ല, അർച്ചന എവിടെ? അനുപേട്ടനും അമ്മയും എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എന്താ ഇതൊക്കെ? ഒരുപാട് സാധനങ്ങൾ വാങ്ങിയെന്ന് തോന്നല്ലോ എന്നൊക്കെ അനഘ. ഈ അടുത്ത കാലത്ത് ഇത്രയും വലിയൊരു സന്തോഷം ഏട്ടന്റെ മുഖത്ത് കണ്ടിട്ടില്ലെന്നൊക്കെ സ്നേഹ പറയുന്നുണ്ട്. കുഞ്ഞിനെ കാണാനാണോ അതോ അമ്മയെ കാണാനാണോ എന്നൊക്കെ സ്നേഹ വീണ്ടും കളിയാക്കി സംസാരിക്കുമ്പോൾ മതി മതി, ഞാനെന്റെ കുഞ്ഞിനെയും മോളുടെ അമ്മയൊന്ന് കണ്ടോട്ടെ എന്ന് സച്ചി പറയുന്നു. ശരി ശരി, ചെല്ല് രണ്ടുപേരും മുറിയിലുണ്ടെന്ന് അനക്കയും. അങ്ങനെ ധൃതിയോടെ സച്ചി മുറിയിലേക്ക് പോയി. സച്ചി വളരെ സന്തോഷത്തോടെ അർച്ചനയ്ക്ക് മുന്നിലേക്ക് വന്നു. എന്നാൽ അർച്ചനയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എന്താടോ, ഒരു മുന്നറിയിപ്പില്ലാതെ എന്ത് പറ്റിയത്? ഒരു സർപ്രൈസായി ഒന്ന് വിളിച്ചെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാനിങ്ങ് പോന്നത്. ഇടയ്ക്കിടയ്ക്ക് അർച്ചന സച്ചിയെ നോക്കുന്നുണ്ട്. അതും ദേഷ്യത്തോടെ തന്നെ. ഇത് സച്ചിക്ക് മനസ്സിലാകുന്നില്ല. അച്ഛൻ്റെ മോളൂസേ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ സച്ചി എടുക്കാൻ തുടങ്ങുമ്പോൾ അർച്ചന പറയുന്നു, വേണ്ട, അവളിപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ, ഉണർത്തണ്ട. അല്ല, പെട്ടെന്ന് തനിക്ക് ഇങ്ങനെ തോന്നാൻ കാരണം എന്തായെന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, എന്തെങ്കിലും കാരണമില്ലാതെ ആവില്ലല്ലോ. അതെ, ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ബോറടിക്കേണ്ടല്ലോ എന്ന് സച്ചി. വേണ്ട, അധികം പുന്നരിക്കാനൊന്നും വരണ്ടെന്ന് അർച്ചന. എന്ത് പറ്റി? തന്നോട് വല്ല തെറ്റും ചെയ്തു എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അത് സ്വയം ചോദിച്ചു നോക്കിയാൽ മതി. എടോ, താനിങ്ങനെ പിണങ്ങല്ലേ എന്ന് പറഞ്ഞ് അർച്ചനയ്ക്ക് സച്ചി ഒരു ചുംബനം കൊടുത്തിട്ട് ചിരിക്കുന്നുണ്ട്. എന്നാൽ അർച്ചന പിണക്കത്തിലാണ്. സത്യം പറയാലോ, താൻ ഇവിടെ ഇല്ലാത്തതിൻ്റെ വീർപ്പുമുട്ടൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരു കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലാക്കിയത്, താനില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. ഞാനും താനും നമ്മുടെ കുഞ്ഞും, ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു ലോകമില്ല എന്ന് മനസ്സിലായി. സച്ചിയേട്ടൻ ഇത് വെറുതെ പറയുകയാണെന്ന് അർച്ചന. അല്ലടോ, സത്യമെന്ന് സച്ചി. എന്നോട് കള്ളം പറയണ്ട. എന്നിട്ടാണോ ഇന്നലെ രാത്രി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചിയുടെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമം. ഇന്നലെ രാത്രി സച്ചിയേട്ടൻ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇത് കേട്ട് സച്ചി ഒന്ന് ഞെട്ടി. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ഉറങ്ങാൻ പോവുകയാണെന്നല്ലേ പറഞ്ഞത്? എവിടെയായിരുന്നു ഇന്നലെ രാത്രി? എടോ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യം തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. കുറച്ച് ക്രിട്ടിക്കലാണ് അവൻ്റെ കണ്ടീഷൻ. ജീവിക്കോ മരിക്കോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. സത്യത്തിൽ ഇന്നലെ രാത്രി ഞാൻ അവൻ്റെ അരികിലായിരുന്നു. ഒരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ പോയതാണ്. എങ്കിൽ പിന്നെ എന്നോട് രാത്രി അവിടെയായിരുന്നെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു, അത് പിന്നെ പറയാൻ കഴിയില്ല, പറഞ്ഞില്ല, സോറി. ഇനി അങ്ങനെ ഉണ്ടാകില്ല. സച്ചിയേട്ടൻ്റെ ലൈഫിലേക്ക് ഇത്ര പ്രാധാന്യത്തോടെ കയറി വന്ന ആ ഒരു ഫ്രണ്ട് ആരാണെന്ന് അർച്ചന ചോദിക്കുന്നു. എനിക്ക് ആ ഫ്രണ്ടിനെ ഒന്ന് കാണുമല്ലോ. എന്താണ് ആ ഫ്രണ്ടിൻ്റെ പേരെന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോൾ സച്ചി ഒന്ന് പതറി. അത് പിന്നെ പ്രദീപ് എന്ന് കള്ളം പറയുന്നുണ്ട്. പ്രദീപ് അതെന്റെ പേരാ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു, താൻ എന്നെ സംശയിക്കുവാണോ എന്ന്. അർച്ചന പറയുന്നു, എനിക്കൊരു സംശയമില്ല. എന്തായാലും സച്ചിയേട്ടൻ്റെ ഫ്രണ്ട് മരിക്കാൻ കിടക്കല്ലേ, എനിക്ക് അദ്ദേഹത്തിനെ ഒന്ന് കാണണം. എന്നാൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് ആ കൂട്ടുകാരനെ ഒന്ന് കാണാൻ പോയാലോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു, അതൊന്നും പറ്റില്ല, വിസിറ്റേഴ്സിനെ ആരെയും അങ്ങോട്ടേക്ക് അനുവദിക്കുന്നില്ല. അർച്ചന പറയുന്നു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് അവിടെ പോയേ പറ്റൂ. അതിൻ്റെ ആവശ്യമില്ലെന്ന് സച്ചി വാശി പിടിച്ചു. എടോ, താൻ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്തിനാ? ഇനി ഞാൻ പറഞ്ഞത് കള്ളമാണെന്നാണോ താൻ വിശ്വസിക്കുന്നത്? എന്നാ പിന്നെ താൻ അങ്ങനെ വിശ്വസിച്ചോ എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി.
തുടർന്ന് അനഘയുടെ ഫോണിലേക്ക് പിന്നെയും അയാൾ വിളിച്ചു. ഫോൺ എടുത്തത് സ്നേഹ. നീ അവനെ വിളിച്ചില്ലല്ലോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അനഘ പറയുന്നു, ഇല്ല, അതുകൊണ്ടായിരിക്കും തിരിച്ചു വിളിച്ചത്. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, ഞാൻ അയാളോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് സ്നേഹ സംസാരിക്കുന്നു. ഹലോ ഹരീഷ് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഹരീഷ് പറയുന്നു, എന്തായി ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോൾ കാണാൻ പറ്റും, വരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് സ്നേഹ. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം നമുക്ക് അമ്പലത്തിൽ വെച്ച് കണ്ടാലോ എന്ന് ഹരീഷ് പറയുന്നുണ്ട്. സ്നേഹ പറയുന്നു, രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് തന്നെയാണല്ലോ ഹരീഷേ എന്ന് സ്നേഹ പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, മനസ്സിലായില്ല. ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ കാണാമെന്നാണ് ഞാനും വിചാരിച്ചത്. ഹരീഷ് പറഞ്ഞതും സത്യം. അല്ല, ഞാൻ അനക്ക് എങ്ങനെ തിരിച്ചറിയുമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു, അവിടേക്ക് വന്നിട്ട് എൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ പോരെ. അത് ശരിയാണ്, പക്ഷേ ഞാൻ വന്നിറങ്ങുമ്പോൾ തന്നെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനെ ഒരു കാര്യം ചെയ്താൽ മതി. അമ്പലത്തിൽ വന്നാൽ ഒരു കസവ് സാരി എടുത്താൽ മതിയെന്ന് ഹരീഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു, എൻ്റെ കയ്യിൽ ഒരു പിങ്ക് കളർ സാരിയുള്ള ഒരു സെറ്റ് സാരിയുണ്ട്, അത് എടുത്തുകൊണ്ട് വരാം ഞാൻ. അപ്പോൾ ഹരീഷിന് എന്നെ മനസ്സിലാക്കാലോ എന്ന് പറയുന്നു. ഓ അത് ശരി, അല്ലെങ്കിലും സെറ്റ് സാരിയുള്ള പെൺകുട്ടികളെ കാണാൻ നല്ല ഭംഗിയാണെന്ന് പറയുന്നുണ്ട് അയാൾ. അത് ശരി, അപ്പോൾ സെറ്റ് സാരി ഉടുത്ത് മോൻ ഇതുവരെ എത്ര പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെന്ന് സ്നേഹ ചോദിക്കുന്നുണ്ട്. തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എൻ്റെ അമ്മയും ചേച്ചിയും അമ്പലത്തിലേക്ക് പോകുമ്പോൾ സെറ്റ് സാരി ഉടുക്കാറുണ്ടെന്ന് ഹരീഷ്. അതിരിക്കട്ടെ, മോൻ നല്ല ഒന്നാം തരം വായ്നോട്ടക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി. തന്നെയല്ല, പാട്ടുകാരനും കൂടിയല്ലേ. ഒരുപാട് പെൺകുട്ടികളെ ഇഷ്ടംപോലെ കണ്ടതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഹരീഷ് പറയുന്നു, പെൺകുട്ടികളെ ഇഷ്ടംപോലെ കണ്ടതാണ്, പക്ഷേ തന്നോട് തോന്നിയ ഇഷ്ടം എനിക്ക് മറ്റാരോടും തോന്നിയിട്ടില്ല. വെറുതെ സുഖിപ്പിക്കല്ലേ എന്ന് സ്നേഹ. ഞാൻ സത്യം പറഞ്ഞതാണ്. അപ്പോൾ ശരി, വൈകിട്ട് അമ്പലത്തിൽ വെച്ച് കാണാമെന്ന് പറയുന്നു. ഇത് നല്ല ഒന്നാം തരം പഞ്ചാരയാണല്ലോ എന്ന് ഫോൺ വെച്ചതിന് ശേഷം സ്നേഹ അനഘയോട് പറയുമ്പോൾ അനഘ പറയുന്നു, ഒന്ന് പോടി, അങ്ങനെയൊന്നുമില്ല. നീ അവിടെ ചെന്ന് അവനെ കുഴപ്പത്തിലാക്കാതിരുന്നാൽ മതി. ഞാനാണെന്ന് പറഞ്ഞ് അവൻ്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവസാനം സത്യം പറഞ്ഞ് അവൻ എന്നെ വേണ്ടെന്ന് പറയോ? അതിന് നീ സേഫാണ്, ഞാനൊന്ന് കെട്ടിയത് കൊണ്ട്. നിന്നെ വിശ്വസിക്കാലോ അല്ലേ എന്ന് അനഘ. മോളെ, ഈ വിശ്വാസം എന്ന് പറയുന്നത് ദേ ഇവിടെ ഈ നൂൽപാലത്തിൽ കൂടി പോകുന്ന ഒരു സാധനമാണ്. അതെങ്ങാനും ഒന്ന് കാല് തെറ്റി താഴെ വീണാലുണ്ടല്ലോ, എല്ലാം പോകും. നിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഇങ്ങനെ ഒരു പാവം പെൺകുട്ടി ഒരുത്തൻ്റെ കയ്യിൽ ചെന്ന് പെട്ടിട്ട് കണ്ണുനീരും കയ്യുമായിട്ട് നടക്കരുതല്ലോ, അതിനുവേണ്ടിയാണ് ഞാൻ ഈ റിസ്ക് ഏറ്റെടുക്കുന്നത്. അനഘ പറയുന്നു, അല്ല, നിന്റെ കയ്യിൽ പിങ്ക് പൂക്കളുള്ള സാരി ഉണ്ടോ, ബ്ലൗസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അല്ല, നേരത്തെ അവനോട് തള്ളി മറിക്കുന്നത് കേട്ടല്ലോ. സ്നേഹ പറയുന്നു, ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അർച്ചനടുത്തിയുടെ കയ്യിൽ കാണും, അത് ഞാൻ എടുത്തോളാം. എന്തായാലും നമ്മൾ ഇന്ന് അവനെ കാണണം. നിന്റെ പ്രണയം വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇത് കൊള്ളില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ച് ഞാൻ പറയുന്നത് കേട്ടോണം. ഈ പ്രേമം ഇവിടെ വെച്ച് നിർത്തിക്കോണം, ഒക്കെയാണല്ലോ എന്ന് പറയുന്നുണ്ട്. നീ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിതിന് പിന്നാലെ പോകില്ല, എനിക്കിതിന് വിശ്വാസമാണെന്ന് പറഞ്ഞാനുക സ്നേഹിക്ക് കൈ കൊടുത്തു. രണ്ടുപേരും സന്തോഷത്തിലാണ്. തുടർന്ന് സച്ചിയെ കാണിക്കുന്നുണ്ട്. അർച്ചനയോട് കടുപ്പിച്ച് പറയണ്ടായിരുന്നോ? എനിക്ക് ബാൽക്കണിയിൽ നിന്നും സച്ചി ഓർക്കുന്നുണ്ട്. ആ സമയം സച്ചിയുടെ അരികിലേക്ക് അർച്ചന വരുന്നു. ഞാൻ അങ്ങനെ ചോദിച്ചത് സങ്കടമായോ? സോറി, രാത്രി വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ എനിക്ക് വിഷമം സഹിക്കാതെ വന്നില്ല. ആതിരെ വിളിച്ചപ്പോൾ സച്ചേട്ടൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ കരുതി എന്നോട് കള്ളം പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കുമെന്ന്. ഓർത്തപ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമം തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. സച്ചേട്ടൻ പറഞ്ഞത് എനിക്ക് വിശ്വാസമാണ്. എനിക്കറിയില്ല സച്ചേട്ടാ, മുമ്പില്ലാത്തതുപോലെയുള്ള ചിന്തകൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരികയാണ്. എനിക്ക് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു, എന്നെ നിനക്കറിയില്ലേ, നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ വിഷമമാണെന്ന് അറിയോ? തന്നെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു നിമിഷമെങ്കിലും എൻ്റെ ലൈഫിലുണ്ടോ എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ ചേർത്ത് പിടിക്കുന്നു. കരയുന്നുണ്ട് അർച്ചന. കരയാറിന് പറഞ്ഞ് സച്ചി സമാധാനിപ്പിക്കുന്നുണ്ട്. എന്താ സച്ചേട്ടാ, എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? ഏത് നിമിഷവും സച്ചിയേട്ടനെ കുറിച്ച് മാത്രം. ഇപ്പോൾ തന്നെ സച്ചിക്ക് വീണ്ടും ആ കോൾ വന്നു. അതെന്താ ഫോൺ എടുക്കാത്തതെന്ന് അർച്ചന ചോദിക്കുന്നു. അത് പിന്നെ എടുക്കാം, ഓഫീസിൽ നിന്നാണെന്ന് സച്ചി. എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചതായിരിക്കുമെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു, ഇപ്പോൾ ഇതാണ് എൻ്റെ അത്യാവശ്യം. തൻ്റെ കൂടെ ഇരിക്കുന്ന സമയം ഒരു ഫോൺ വിളി പോലും എനിക്ക് ശല്യമാകരുത്. വീണ്ടും സച്ചിക്ക് ഫോൺ കോൾ വരുന്നു. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അർച്ചനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് ഫോണുമായി അപ്പുറത്തേക്ക് പോവുകയാണ് സച്ചി. അർച്ചനയുടെ മനസ്സിലൊരു സംശയം വന്നു കഴിഞ്ഞു. തുടർന്ന് സ്നേഹ പറഞ്ഞ് ആ സാരി ഉടുത്തിരിക്കുകയാണ്. വളരെ സുന്ദരിയായി നിൽക്കുകയാണ് ഇപ്പോൾ സ്നേഹ. എങ്ങനെയുണ്ട് എന്നെ കാണാൻ എന്നൊക്കെ അനഘയോട് സ്നേഹ ചോദിക്കുന്നു. അവസാനം ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളരുത്. സംസാരിച്ച് അവൻ എനിക്ക് പകരം നിന്നെ പ്രേമിക്കരുത് എന്ന് അനഘ. പ്രേമിക്കുന്നെങ്കിൽ പ്രേമിക്കട്ടെ, ഒരു ചേഞ്ച് ആവുമല്ലോ എന്ന് സ്നേഹ പറയുന്നു. അത് ശരി, നിനക്ക് പ്രേമിക്കാൻ എൻ്റെ ചെക്കിന് തന്നെ വേണം അല്ലേ? അതുകൊണ്ട് തന്നെയാ ഞാനും കൂടെ വരുന്നത്. എനിക്ക് നിന്നെ അത്ര വിശ്വാസം പോരെന്ന് അനഘ. എന്നെ വിശ്വസിക്കുന്നത് പോലെ ഈ ലോകത്ത് ആരെയും വിശ്വസിക്കാൻ നിനക്ക് കഴിയില്ല. സത്യത്തിൽ നീ വരാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് സ്നേഹ.
അപ്പോൾ എനിക്ക് എൻ്റെ ചെക്കനെ കാണണ്ടേ, ഞാനും കൂടി വരുന്നത് തന്നെയാണ് നല്ലതെന്ന് അനഘ പറയുന്നു. ഇല്ലെങ്കിൽ കുറുക്കൻ്റെ കയ്യിൽ കോഴിക്കുഞ്ഞിനെ ഏൽപ്പിച്ചതുപോലെ ഇരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്, ഞാൻ ദൂരെ നിന്ന് കണ്ടോളാം. കാണാം, പക്ഷേ കേൾക്കാൻ കഴിയില്ലല്ലോ എന്ന് സ്നേഹ അനഘ പറയുന്നു. അതിന് വഴിയുണ്ട്, എൻ്റെ ഫോൺ നിന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ. ഹരീഷ് വന്ന് നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നീ എന്നെ കോൾ ചെയ്ത് കയ്യിൽ വെക്കണം, അതുവഴി ഞാൻ കേട്ടോളാം. ഒന്ന് പതിയെ പറ, ആരെങ്കിലും കേൾക്കും. നിന്റെ തലയിൽ ഇത്രയും കൂർത്ത ബുദ്ധിയുണ്ടായിരുന്നോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അനഘ പറയുന്നു, ഇത് കാലം മാറി. 2K കിഡ്സിന്റെ പ്രേമം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ശാസിക്കാം. അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിയാൽ അത് എനിക്കും കൂടി അറിയണമല്ലോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? സാധാരണ നമ്മൾ ഒരുമിച്ച് പോകാറില്ലല്ലോ. എന്തെങ്കിലും ഒരു നേർച്ച നടത്താനാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് അനഘ പറയുമ്പോൾ സ്നേഹ പറയുന്നു, അവൻ ഈശ്വര വിശ്വാസിയാണോ? അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലെന്ന് അനഘ. സത്യത്തിൽ ഇത് ഭഗവാൻ കൊടുക്കുന്ന ഒരു തേപ്പ് പരിപാടിയാ. പ്രേമിക്കുന്നവര് ഏറ്റവും അവസാനം ചെല്ലുന്നത് പഴയ അമ്പലത്തിന്റെ മുറ്റത്തായിരിക്കും. സംസാരിച്ചു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല, ഇപ്പൊ തന്നെ ലേറ്റായെന്നൊക്കെ അനഘ. ഓ, അവനെ കാണാതെ ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ലല്ലേ എന്നൊക്കെ സ്നേഹ പറയുമ്പോൾ അനഘ പറയുന്നു, അത് പിന്നെ അങ്ങനെയല്ലേ. പ്രേമിക്കുന്ന ആണൊരുത്തനെ കാണാൻ പോകുന്നതിന്റെ സന്തോഷം, അതിന്റെ ഒരു ത്രില്ല്, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ. ശരി, ഇനിയും ഞാൻ നിന്റെ ക്ഷമ പരീക്ഷിക്കുന്നില്ല, വാ പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും പോകുന്നു. തുടർന്ന് സച്ചിയ ഡോക്ടറോട് സംസാരിക്കുന്നു. കൂടെ ആരെങ്കിലും ഇല്ലാതെ ആ സ്കാനിങ് നടത്താൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ ലക്ഷ്മിയെ കൊണ്ടുവരണമെന്ന് ഡോക്ടർ സച്ചിയോട് പറഞ്ഞു. കൊണ്ടുവരാമെന്ന് സച്ചിയും പറയുന്നു. ഈ സമയം പിന്നിൽ ചായയുമായി വന്നിരിക്കുകയാണ് അർച്ചന സച്ചിക്ക്. അർച്ചന പിറകിൽ നിൽക്കുന്നത് സച്ചി കാണുന്നില്ല. നാളെ കൂടെ വന്നോളാം, ബാക്കിയെല്ലാം മാറ്റിവെച്ചിട്ട് എനിക്ക് സച്ചി പറഞ്ഞ് ഫോൺ വെച്ച് തിരിഞ്ഞ് നോക്കുന്ന സമയം അർച്ചന മുന്നിൽ ഞെട്ടി നിൽക്കുകയാണ് സച്ചി. അർച്ചന ആ ചായ സച്ചിക്ക് കൊടുത്തു. ഒന്നും മിണ്ടാതെ സച്ചി ചായ കുടിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.